17 ദിവസം മാത്രം പ്രായമുള്ള 2 പെൺമക്കളെയും മാതാവിനെയും അരുങ്കൊല ചെയ്ത സംഭവത്തിൽ 18 വർഷമായി ഒളിവിൽ കഴിഞ്ഞുവന്ന 2 പട്ടാളക്കാരെ CBI അറസ്റ്റ് ചെയ്തു. അഞ്ചൽ അലേമൺ സ്വദേശി ദിവിൽകുമാർ, കണ്ണൂർ ശ്രീകണ്ഠപുരം സ്വദേശി രാജേഷ് എന്നിവരാണ് പിടിയിലായത്. കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് 2006 ഫെബ്രുവരി മാസം 10-ാം തീയതിയാണ്. അഞ്ചൽ ഏറത്ത് വാടകയ്ക്ക് താമസിച്ചു വന്നിരുന്ന അലേമൺ സ്വദേശിനിയായ രഞ്ജിനിയെയും 17 ദിവസം മാത്രം പ്രായമുള്ള 2 പെൺമക്കളെയുമാണ് 2 പേരടങ്ങുന്ന സംഘം കൊലപ്പെടുത്തിയത്. പ്രതിയായ ദിവിൽകുമാറിന്റെ അയൽവാസിയായിരുന്ന രഞ്ജിനിയും ദിവിൽകുമാറും തമ്മിൽ സ്നേഹബന്ധത്തിലാവുകയും രഞ്ജിനി ഗർഭിണിയാവുകയും ചെയ്തു. എന്നാൽ ഗർഭം അലസിപ്പിക്കാനുള്ള ശ്രമം പല പ്രാവശ്യം ദിവിൽകുമാർ നടത്തിയെങ്കിലും രഞ്ജിനി തയ്യാറായില്ല. തുടർന്ന് തിരുവനന്തപുരം SIT ആശുപത്രിയിൽ 2006 ജനുവരി മാസം 24-ാം തീയതി 2 പെൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. രഞ്ജിനിയുടെ പരാതിയിൽ കുട്ടികളുടെ DNA പരിശോധനയ്ക്ക് ദിവിൽകുമാറിന് സംസ്ഥാന വനിതാ കമ്മീഷൻ നോട്ടീസ് അയച്ചു. ഇതിനെ തുടർന്നാണ് രഞ്ജിനിയെ വകവരുത്തണമെന്നുള്ള തീരുമാനം ദിവിൽകുമാർ കൈക്കൊണ്ടത്. തുടർന്ന് ദിവിൽകുമാറിന്റെ സുഹൃത്തും പട്ടാളക്കാരനുമായ കണ്ണൂർ സ്വദേശി രാജേഷുമായി ചേർന്ന് ഗൂഢാലോചന നടത്തുകയും ആശുപത്രിയിൽ വെച്ച് തന്നെ രാജേഷ് രഞ്ജിനിയെ സഹായിക്കാനെന്ന വ്യാജേന പരിചയം സ്ഥാപിക്കുകയായിരുന്നു. ആശുപത്രിയിൽ നിന്നും വാടക വീട്ടിലെത്തിയപ്പോഴേക്കും രാജേഷ് വാടക വീട്ടിൽ വരികയും ദിവിൽകുമാറിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ താൻ സഹായിക്കാമെന്ന് പറഞ്ഞ് രഞ്ജിനിയുമായി സംസാരിക്കുകയും ചെയ്തു. ഇതിനിടയിൽ ഫെബ്രുവരി മാസം 10-ാം തീയതി വീട്ടിലെത്തിയ രാജേഷ് കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി രഞ്ജിനിയുടെ മാതാവിനെ തന്ത്രപരമായി അലേമൺ ഭാഗത്തേക്ക് പറഞ്ഞുവിട്ടു. അതിനുശേഷം ദിവിൽകുമാറിന് നൽകാനായിട്ടുള്ള കത്തെഴുതാൻ രാജേഷ് രഞ്ജിനിയോട് പറയുകയും ചെയ്തു. തുടർന്ന് കസേരയിലിരുന്ന് കത്തെഴുതിക്കൊണ്ടിരുന്ന സമയം പിന്നിലൂടെ എത്തി വളരെ മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് രഞ്ജിനിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. കട്ടിലിൽ കിടന്നുറങ്ങുകയായിരുന്ന 17 ദിവസം മാത്രം പ്രായമുള്ള 2 പെൺമക്കളെയും കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം രാജേഷ് രക്ഷപ്പെട്ടു. അഞ്ചൽ പോലീസും ക്രൈംബ്രാഞ്ചും ഉൾപ്പെടെ അന്വേഷണം നടത്തിയെങ്കിലും പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് ഹൈക്കോടതിയുടെ ഉത്തരവിന്മേൽ 2010-ൽ കേസ് CBI ഏറ്റെടുക്കുകയായിരുന്നു. പ്രതികളെക്കുറിച്ച് വിവരം കൈമാറുന്നവർക്ക് ആദ്യം 50,000 രൂപയും പിന്നീട് അത് 2 ലക്ഷം രൂപ വരെ നൽകുമെന്നും പ്രതികളുടെ ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം CBI ചെന്നൈ യൂണിറ്റ് ഇരുവരെയും ചെന്നൈയിൽ നിന്നും പിടികൂടിയത്. 2 പേരും പത്താംകോട്ടിലെ 45 AD റെജിമെന്റിലെ പട്ടാളക്കാരായിരുന്നു. പോണ്ടിച്ചേരിയിൽ ദിവിൽകുമാർ ഷോപ്പ് നടത്തിവരുന്നതിനിടയിലാണ് CBIയുടെ പിടിയിലാകുന്നത്.